കൊച്ചിയിൽ വൻ കറൻസി വേട്ട 37.5 ലക്ഷം രൂപയുടെ പുതിയ കറൻസി പിടിച്ചെടുത്തു. പിടിയിലായവരിൽ തമിഴ്നാട്ടുകാരും. വിവരങ്ങളുമായി അലക്സ് ചേരുന്നുണ്ട്. അലക്സ്, വിവരങ്ങൾ. ഇന്ന് വൈകുന്നേരത്തോടു കൂടിയായിരുന്നു സംഭവം. കൊച്ചി ഇടപ്പള്ളിക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന പള്ളി കോമ്പൗണ്ടിൽ പാർക്ക് ചെയ്തിരുന്ന കാറിൽ നിന്നാണ് ആദായനികുതി വകുപ്പ് 37 ലക്ഷം രൂപയുടെ പുതിയ കറൻസികൾ പിടിച്ചെടുത്തത്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, അതായത് നോട്ട് മാറി നൽകുന്നതിനായി കൊണ്ടുവന്നതായിരുന്നു ഈ 37 ലക്ഷം രൂപ എന്നുള്ള വിവരമാണ് അതിൽ ഏറ്റവും പ്രധാനം. കാരണം കഴിഞ്ഞ കുറെ ദിവസങ്ങളായി കൊച്ചിയിൽ പഴയ നോട്ട് മാറി പുതിയ നോട്ടുകൾ നൽകുന്ന സംഘം കൊച്ചിയിൽ വ്യാപകമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന പരാതി ആദായനികുതി വകുപ്പിന് ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ആദായനികുതി വകുപ്പ് രഹസ്യ അന്വേഷണം നടത്തി വരികയായിരുന്നു. ഇതിനെ തുടർന്ന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ, ഇങ്ങനെ ഒരു സംഘത്തെ പറ്റി ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ആദായനികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെ ഇടപാടുകാരന്റെ വ്യാജന ഈ സംഘത്തെ സമീപിക്കുകയും അങ്ങനെ മാറി നൽകാനായി കൊണ്ടുവന്ന പണവുമാണ് ഇടപ്പള്ളിക്ക് സമീപം വെച്ച് പിടിച്ചെടുത്തത്. ഈ പള്ളിക്ക് സമീപം എത്തിച്ചേരാനായിരുന്നു ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ ഇവരോട് ആവശ്യപ്പെട്ടത്. അതുപ്രകാരമാണ് ഈ സംഘം അവിടേക്ക് എത്തിയതും ഈ കാറിൽ നിന്ന്, പള്ളി കോമ്പൗണ്ടിൽ പാർക്ക് ചെയ്തിരിക്കുന്ന കാറിൽ നിന്നും ഈ പണം പിടിച്ചെടുത്തത്. എളമക്കര പോലീസിന്റെ സഹായവും ആദായ നികുതി വകുപ്പ് ചോദിച്ചിരുന്നു. എളമക്കര പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. അതിനുശേഷം ഈ പിടിയിലായ 5 പേർ, അതായത് 3 പേർ തമിഴ്നാട് സ്വദേശികളാണ്, 2 പേർ മലയാളികളാണ്. ഇവരുടെ വിശദ വിവരങ്ങൾ, അതായത് ഇവരുടെ പേരും മറ്റും ലഭ്യമായിട്ടില്ല. ഈ പിടിയിലായ 5 പേരെയും എളംകുളത്തെ ആദായ നികുതി വകുപ്പിന്റെ ഓഫീസിലേക്ക് കൊണ്ടുപോയിട്ടില്ല. ഇവരെ ചോദ്യം ചെയ്യുന്നതിനായി തമിഴ്നാട് സ്വദേശികൾ മറ്റും ഈ സംഘത്തിൽ ഉള്ളത് കൊണ്ട് തന്നെ സംഘത്തിലുള്ള അന്തർ സംസ്ഥാന ബന്ധത്തെ പറ്റി ആദായ നികുതി വകുപ്പ് പരിശോധിക്കുന്നില്ല. മാത്രമല്ല, ഈ 37 ലക്ഷം രൂപ മാറിയതിനെ കുറിച്ചുള്ള, അല്ലെങ്കിൽ ഇത് എത്തരം സംവിധാനത്തിലാണ് ഈ സംഘം പ്രവർത്തിക്കുന്നത് തുടങ്ങിയ അടക്കമുള്ള കാര്യങ്ങൾ ഇത് വരുന്ന ചോദ്യം ചെയ്യലിൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. ഇപ്പോൾ ഈ 5 പേരടങ്ങുന്ന സംഘത്തെയും ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യുകയാണ്. സ്വാമി, കൊച്ചിയിൽ വൻ കറൻസി വേട്ട 37 ലക്ഷം രൂപയുടെ പുത്തൻ നോട്ടുകൾ കൊച്ചിയിൽ ആദായ നികുതി വകുപ്പ് പിടിച്ചെടുത്ത വിവരങ്ങളാണ് അലക്സ് നൽകിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ അഴിമതി ആരോപണവുമായി രാഹുൽ ഗാന്ധി. സഹാര ഗ്രൂപ്പിൽ നിന്ന് കോടികൾ മോദി കൈപ്പറ്റിയെന്നും ഇതിന് തെളിവുണ്ടെന്നും രാഹുൽ ഗാന്ധി. ഗുജറാത്തിലെ മൊഹസാനയിൽ പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യുമ്പോഴായിരുന്നു രാഹുൽ മോദിക്കെതിരെ ആഞ്ഞടിച്ചത്. बहुत बड़ी कंपनी है, इनकम टैक्स डिपार्टमेंट ने उन पर रेड की। वहां उनको सहारा के रिकॉर्ड मिले। सहारा के रिकॉर्ड में जो लिखा था मैं आपको बताता हूं। एंट्रियां थी रिकॉर्ड में 30 अक्टूबर 2013 2.5 करोड़ रुपया नरेंद्र मोदी जी को दिया गया। 12 नवंबर 2013 5 करोड़ रुपया नरेंद्र मोदी जी को दिया गया। മോദിക്കെതിരായ രാഹുലിന്റെ ആരോപണം ശരിവെക്കുന്ന രേഖകൾ പീപ്പിളിന് ലഭിച്ചു. സഹാറയിൽ നിന്നും ആദായ നികുതി വകുപ്പ് പിടിച്ചെടുത്ത രേഖകളാണിത്. 2013-ലും 2014-ലും മോദിക്ക് പണം നൽകിയതായി ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ എം സന്തോഷ് ദില്ലിയിൽ നിന്നും ചേരുന്നുണ്ട്. സന്തോഷ്, ഈ രേഖകൾ പ്രകാരം വ്യക്തമാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? സോമി, 2 ആഴ്ച മുമ്പ് പാർലമെന്റിൽ വാർത്താ സമ്മേളനം വിളിച്ച രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ അഴിമതിക്ക് തെളിവുണ്ടെന്ന് പ്രഖ്യാപിച്ചിരുന്നു. ഇപ്പോൾ ഗുജറാത്തിൽ വെച്ച് കോൺഗ്രസ് റാലിയിൽ വെച്ചാണ് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് നരേന്ദ്രമോദി വിവിധ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന് കൈപ്പറ്റിയ കോടിക്കണക്കിന് രൂപയുടെ കണക്കുകൾ, വിശദാംശങ്ങൾ രാഹുൽ ഗാന്ധി പുറത്തുവിട്ടത്. ഇത് പ്രകാരം സഹാറ ഗ്രൂപ്പിൽ നിന്നും ബിർളയിൽ നിന്നും കോടിക്കണക്കിന് രൂപ നരേന്ദ്രമോദി കൈപ്പറ്റിയിട്ടുണ്ട് എന്നാണ് വ്യക്തമാകുന്നത്. ഇത് സഹാറ ഗ്രൂപ്പിൽ നിന്നും പണം കൈപ്പറ്റിയതിന്റെ രേഖകൾ നമുക്ക് ലഭ്യമാവുകയും ചെയ്തിട്ടുണ്ട്. സഹാറ ഗ്രൂപ്പിന്റെ നോയിഡയിലെ ആസ്ഥാനത്ത് ആദായ നികുതി വകുപ്പ് നടത്തിയ റെയ്ഡിലാണ് 2014 നവംബറിൽ പിടിച്ചെടുത്ത രേഖകളാണിത്. ഇതിൽ വളരെ കൃത്യമായി തന്നെ മോഡിക്ക് പണം കൈമാറിയതിന്റെ രേഖകളുണ്ട്. പല തവണകളിലായി 2013 നവംബർ മുതൽ 2014 ജനുവരി വരെയുള്ള കാലയളവിൽ പല തവണകളിലായി ഏതാണ്ട് 40 കോടിയോളം രൂപ ഇത്തരത്തിൽ കൈമാറിയിട്ടുണ്ട് എന്നാണ് ഈ രേഖകളിൽ നിന്ന് വ്യക്തമാകുന്നത്. ക്യാഷ് പെയ്ഡ് ടു
മോഡിജി എന്ന് വളരെ കൃത്യമായി തന്നെ ഈ രേഖകളിൽ ഉണ്ട്. ഇത് ആദായ വകുപ്പിന്റെ കൈവശമുള്ള ആധികാരികമായ രേഖ, അവരുടെ ഒപ്പ് ഉൾപ്പെടെയുള്ള രേഖകളാണ്. ഈ രേഖകളുടെ വെളിച്ചത്തിലാണ് രാഹുൽ ഗാന്ധി ആരോപണം ഉന്നയിച്ചിട്ടുള്ളത്. ഏതായാലും BJP ഇപ്പോൾ ഈ ആരോപണം നിഷേധിക്കുന്ന ഒരു സമീപനം സ്വീകരിക്കുന്നുണ്ട്. എങ്കിൽ കൂടിയും വരും ദിവസങ്ങളിൽ കൂടുതൽ തെളിവുകൾ കോൺഗ്രസ് പുറത്തുവിടുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തിനാണ് മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് കോർപ്പറേറ്റ് കമ്പനികളിൽ നിന്ന് മോഡി ഇത്രയധികം പണം കൈപ്പറ്റിയത് എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. അത് പാർട്ടിക്ക് വേണ്ടിയായിരുന്നെങ്കിൽ പാർട്ടി അധ്യക്ഷന്റെ പേരിലാണ് വാങ്ങേണ്ടത്. ഇനി അല്ല മറ്റെന്തെങ്കിലും സർക്കാർ സംവിധാനത്തിന്റെ ആവശ്യങ്ങൾക്കാണെങ്കിൽ ആ രീതിയിലാണ്. ഇത് വ്യക്തിപരമായി എന്തിന് ഇത്രയും കൂടുതൽ പണം കൈപ്പറ്റി? ഈ കമ്പനികൾക്ക് പല സഹായങ്ങളും ചെയ്തു നൽകുന്നതിന് വേണ്ടിയാണ് അനധികൃതമായി പണം കൈപ്പറ്റിയത് എന്നാണ് ഇപ്പോൾ ആരോപണം ഉയരുന്നത്. മറ്റൊരു കാര്യം ഈ രേഖകളിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നത് മധ്യപ്രദേശ് മുഖ്യമന്ത്രിക്കും ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിക്കും പണം കൈമാറിയിട്ടുണ്ട്. BJP മുഖ്യമന്ത്രിമാരാണ്. കൂടാതെ അന്ന് 2013 ദില്ലി CM-ന് പണം കൈമാറിയിട്ടുണ്ട് 1 കോടി രൂപയോളം. അന്ന് കോൺഗ്രസിന്റെ ഷീല ദീക്ഷിത് ആയിരുന്നു ദില്ലി മുഖ്യമന്ത്രി. അത്തരത്തിൽ 115 കോടി രൂപയോളം വിവിധ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് കൈമാറിയതിന്റെ വിശദാംശങ്ങളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. സോമി. M. സന്തോഷാണ് ദില്ലിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. BJP അധ്യക്ഷൻ അമിത്ഷാ ഡയറക്ടറായ അഹമ്മദാബാദിലെ സഹകരണ ബാങ്കിൽ കള്ളപ്പണം തേടി ആദായ നികുതി വകുപ്പിന്റെ പരിശോധന. നോട്ട് പിൻവലിച്ചതിന് തൊട്ടടുത്ത 3 ദിവസങ്ങളിൽ 500 കോടി രൂപയുടെ നിക്ഷേപമാണ് ഈ ബാങ്കിൽ എത്തിയത്. BJP ദേശീയ അധ്യക്ഷൻ അമിത്ഷാ ഡയറക്ടറായ അഹമ്മദാബാദ് ജില്ലാ സഹകരണ ബാങ്കിന് 190 ശാഖകളാണുള്ളത്. ഇതിൽ ആശ്രമം റോഡിലെ ആസ്ഥാനത്താണ് ആദായ നികുതി വകുപ്പ് പരിശോധന നടത്തിയത്. നോട്ട് പിൻവലിക്കൽ പ്രഖ്യാപനം വന്നതിന്റെ തൊട്ടടുത്ത ദിവസം ഇവിടെ വൻതോതിൽ കള്ളപ്പണ നിക്ഷേപം ഉണ്ടായി എന്ന വിവരം ആദായ നികുതി വകുപ്പിന് ലഭിച്ചിരുന്നു. ഇതിനെ തുടർന്ന് എൻഫോഴ്സ്മെന്റ് വിഭാഗം നടത്തിയ റെയ്ഡിൽ CCTV ദൃശ്യങ്ങളും നിരവധി രേഖകളും പരിശോധിച്ചു. ഗുജറാത്തിലെ 18 ജില്ലാ സഹകരണ ബാങ്കുകളിലും നോട്ട് നിരോധനത്തിന് തൊട്ടടുത്ത ദിവസങ്ങളിൽ വൻതോതിലുള്ള നിക്ഷേപമാണുണ്ടായത്. സംസ്ഥാനത്തെ 18 ജില്ലാ സഹകരണ ബാങ്കുകളിൽ 17 എണ്ണവും BJP ഭരണത്തിന് കീഴിലാണ്. സഹകരണ ബാങ്കുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയതിനെതിരെ ആദ്യം രംഗത്തു വന്ന ഒരാൾ പോർബന്ദർ MPയും രാജ്കോട്ട് ബാങ്കിന്റെ ചെയർമാനുമായ വിത്തൻ രഥാദിയായിരുന്നു. ഗാന്ധിനഗറിലെ പാർട്ടി ആസ്ഥാനത്ത് പ്രധാനമന്ത്രി പങ്കെടുത്ത യോഗത്തിൽ നിന്നും വിത്തൻ രഥാദിയ വിട്ടുനിൽക്കുകയും ചെയ്തു. സംശയമുള്ള ബാങ്കുകളിൽ പരിശോധന നടത്താൻ റിസർവ് ബാങ്കിന്റെ ശുപാർശയുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അമിത്ഷാ ഡയറക്ടറായ ബാങ്കിൽ റെയ്ഡ് നടന്നത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. 5000 രൂപയ്ക്ക് മുകളിലുള്ള നിക്ഷേപത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയ നടപടി RBI പിൻവലിച്ചു. നവംബർ 19 ഇറക്കിയ ഉത്തരവാണ് പിൻവലിച്ചത്. KYC ഉള്ള അക്കൗണ്ടുകളിൽ എത്ര രൂപ നിക്ഷേപിക്കുന്നതിനും വിശദീകരണം നൽകേണ്ട ആവശ്യമില്ലെന്ന് റിസർവ് ബാങ്ക് വ്യക്തമാക്കി. എന്നാൽ KYC ഇല്ലാത്ത നിക്ഷേപത്തിന് വിശദീകരണം നൽകേണ്ടി വരും. 19-ാം തീയതി പുറത്തിറക്കിയ ഉത്തരവിലാണ് അസാധു നോട്ടുകളുടെ നിക്ഷേപത്തിന് പുതിയ നിയന്ത്രണം റിസർവ് ബാങ്ക് കൊണ്ടുവന്നത്. ഡിസംബർ 30 വരെ നോട്ട് നിക്ഷേപത്തിന് നിയന്ത്രണമില്ലെന്ന കേന്ദ്ര സർക്കാർ ഉറപ്പിന് വിരുദ്ധമായിരുന്നു പുതിയ നീക്കം. 5000 രൂപയ്ക്ക് മുകളിലുള്ള നിക്ഷേപം ഒറ്റത്തവണയിലൂടെ മാത്രം, നിക്ഷേപിക്കാൻ കാലതാമസം വന്നതിനുള്ള കാരണം ബോധിപ്പിക്കൽ തുടങ്ങിയവയായിരുന്നു നിയന്ത്രണങ്ങൾ. ഇത് വലിയ ആശയക്കുഴപ്പത്തിനിടയാക്കിയ സാഹചര്യത്തിലാണ് പിൻവലിക്കാൻ റിസർവ് ബാങ്ക് തീരുമാനിച്ചത്. അതേസമയം ജീവനക്കാർക്ക് പേയ്മെന്റ് വഴി ശമ്പളം നൽകാനുള്ള നിയമ ഭേദഗതിക്ക് കേന്ദ്ര മന്ത്രിസഭാ യോഗം അനുമതി നൽകി. പണമായി ശമ്പളം നൽകുന്ന രീതി അവസാനിപ്പിക്കാനുള്ള പ്രാഥമിക നീക്കമാണിത്. ചെക്കായോ ഓൺലൈൻ പേയ്മെന്റായോ ശമ്പളം നൽകാൻ കമ്പനികളെ ചുമതലപ്പെടുത്തുന്നതാണ് ഭേദഗതി. ന്യൂസ് ബ്യൂറോ, ദില്ലി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ദുബായിലെത്തി. UAE-യിൽ 2 ദിവസങ്ങളിലായി വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. നാളെ രാവിലെ 10 മണിക്ക് സ്മാർട്ട് സിറ്റിയുടെ നേതൃത്വത്തിൽ ദുബായിൽ നടക്കുന്ന ബിസിനസ് മീറ്റിൽ പങ്കെടുക്കും. നാളെയും മറ്റന്നാളുമായി ഔദ്യോഗിക ചടങ്ങുകൾ ഉൾപ്പെടെ നിരവധി പരിപാടികളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംബന്ധിക്കും. നാളെ രാവിലെ 10 മണിക്ക് ദുബായ് എമിറേറ്റ്സ് ടവറിൽ സ്മാർട്ട് സിറ്റി സംഘടിപ്പിക്കുന്ന ബിസിനസ് മീറ്റിൽ പിണറായി വിജയൻ പങ്കെടുക്കും. ഉച്ചയ്ക്ക് ശേഷം ഷാർജ മൂവസയിൽ ഷാർജ ഇന്ത്യൻ സ്കൂളിന്റെ പുതിയ കെട്ടിടം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് ഇതിന്റെ ഭാഗമായി ഷാർജ എക്സ്പോ സെന്ററിൽ നടക്കുന്ന പൊതുപരിപാടിയിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കും. ഷാർജ ഭരണാധികാരി ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ കൂടിക്കാഴ്ച നടത്തും. വെള്ളിയാഴ്ച രാവിലെ ദുബായിൽ കൈരളി TV നടത്തുന്ന NRI ബിസിനസ് അവാർഡ് ദാന ചടങ്ങിലും മുഖ്യമന്ത്രി പങ്കെടുക്കും. വെള്ളിയാഴ്ച 3 മണിക്ക് മുഖ്യമന്ത്രി ദുബായിലെ മാധ്യമ പ്രവർത്തകരുമായി സംവദിക്കും. വെള്ളിയാഴ്ച വൈകിട്ട് UAE-യിലെ പ്രവാസി മലയാളി സമൂഹം ഒരുക്കിയ സ്വീകരണ യോഗത്തിലും മുഖ്യമന്ത്രി പങ്കെടുക്കും. മുഖ്യമന്ത്രിയായതിനു ശേഷമുള്ള പിണറായി വിജയന്റെ ആദ്യത്തെ വിദേശ സന്ദർശനമാണ് UAE-യിലേത്. പ്രവാസികളുടെ പ്രശ്നങ്ങൾ കൃത്യമായി അറിയുന്നയാളെന്ന നിലയിൽ പ്രവാസികൾക്ക് ഗുണകരമാകുന്ന പദ്ധതികളുടെ പ്രഖ്യാപനങ്ങൾ മുഖ്യമന്ത്രിയിൽ നിന്നുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് UAE-യിലെ 8 ലക്ഷത്തോളം വരുന്ന മലയാളി സമൂഹം. ദുബായിൽ നിന്ന് ക്യാമറമാൻ ഡിൻ ജോസിനൊപ്പം TJ മാരുദ്ദീൻ.
ദുബായ് ഹോൾഡിംഗ് അധികൃതരുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടിക്കാഴ്ച നടത്തി. കൊച്ചി സ്മാർട്ട് സിറ്റിയുടെ നിർമ്മാണം പൂർത്തീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്തു. ദുബായ് ഹോൾഡിംഗ് വൈസ് ചെയർമാനും എംഡിയുമായ അഹമ്മദ് ബിൻ ബയാത്ത്, ദുബായ് സ്മാർട്ട് സിറ്റി സിഇഒ ജാബിർ ബിൻ ഹാഫിസ്, സ്മാർട്ട് സിറ്റി കൊച്ചി പ്രത്യേക ക്ഷണിതാവ് MA യൂസഫ് അലി, അഡീഷണൽ ചീഫ് സെക്രട്ടറി നളിനി നെറ്റോ, സ്മാർട്ട് സിറ്റി കൊച്ചി MD ബാജു ജോർജ് തുടങ്ങിയവർ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. കേരളത്തിൽ കൂടുതൽ നിക്ഷേപം നടത്തുന്നതിന് ദുബായ് ഹോൾഡിംഗ് താൽപര്യം പ്രകടിപ്പിച്ചു. തിരികെ വാർത്തയിലേക്ക്. മഹാരാജാസ് കോളേജിൽ വിദ്യാർത്ഥികൾക്കെതിരെ കേസെടുത്തതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിച്ചുവെന്ന് പ്രിൻസിപ്പൽ. ക്യാമ്പസിൽ ചുമരെഴുത്തുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്കെതിരെ നൽകിയ പരാതി പിൻവലിച്ചതായി പ്രിൻസിപ്പൽ NL ബീന അറിയിച്ചു. അതേസമയം പൊതുമുതൽ നശിപ്പിച്ച കേസിൽ അറസ്റ്റിലായ വിദ്യാർത്ഥികൾക്കെതിരെ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. SFI നേതാക്കളും പ്രിൻസിപ്പലുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. മഹാരാജാസ് കോളേജ് ക്യാമ്പസിൽ ചുമരെഴുത്തുമായി ബന്ധപ്പെട്ട ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് കേസെടുത്തതിനെ തുടർന്ന് SFI രംഗത്തെത്തുകയായിരുന്നു. പ്രിൻസിപ്പൽ NL ബീന നൽകിയ പരാതി പ്രകാരം പൊതുമുതൽ നശിപ്പിച്ചതിനാണ് പോലീസ് വിദ്യാർത്ഥികൾക്കെതിരെ കേസെടുത്തത്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമാണ് വിദ്യാർത്ഥികൾക്കെതിരെയുള്ള നടപടിയെന്ന് SFI എറണാകുളം ജില്ലാ സെക്രട്ടറി ജുനൈദ് പറഞ്ഞു. ക്യാമ്പസിനകത്ത് ആവിഷ്കാര സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന നിലപാടാണല്ലോ ഇത്. SFIക്കാരെയല്ല, ഏതൊരു വിദ്യാർത്ഥിയും അത്തരത്തിൽ ഒരു PDPക്ക് ചുമത്തേണ്ട ഒരു കേസ് ഇവിടെ എന്തുണ്ടായിട്ടുള്ളത്? പരാതി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് SFI പ്രവർത്തകർ പ്രിൻസിപ്പലിനെ ഉപരോധിച്ചു. ഇതേ തുടർന്ന് പോലീസ് എത്തിയ ശേഷം വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികളുമായി പ്രിൻസിപ്പൽ ചർച്ച നടത്തി. ചുമരെഴുത്തിൽ സഭ്യമല്ലാത്ത രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വിദ്യാർത്ഥികൾ തന്നെ നീക്കം ചെയ്യുമെന്ന ഉറപ്പിൽ വിദ്യാർത്ഥികൾക്കെതിരെ നൽകിയ പരാതി പിൻവലിക്കുന്നതായി പ്രിൻസിപ്പൽ അറിയിച്ചു. സഭ്യമല്ലാത്ത വല്ലതും ചുമരെഴുത്തിലുണ്ടെങ്കിൽ അത് വിദ്യാർത്ഥി പ്രതിനിധികൾ തന്നെ നീക്കം ചെയ്യുന്നതാണെന്ന് അറിയിച്ചിരിക്കുകയാണ്. ഈ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ 19/12/2016 നൽകിയ പരാതിയുമായി പ്രിൻസിപ്പൽ മുന്നോട്ട് പോകുന്നില്ല എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. ടോയ്ലറ്റിന്റെയും വാട്ടർ ടാങ്കിന്റെയും പൂട്ട് തകർത്ത സംഭവത്തിൽ കഴിഞ്ഞ ഒക്ടോബർ 31-ന് 5 വിദ്യാർത്ഥികൾക്കെതിരെ പ്രിൻസിപ്പൽ നൽകിയ മറ്റൊരു പരാതിയിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കുറ്റം ചുമത്തിയ പോലീസ് 5 പേരെയും കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു. ഇവർക്ക് ഉപാധികളോടെ ജാമ്യം ലഭിച്ചു. എന്നാൽ ഇവർക്കെതിരായ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. മഹാരാജാസിൽ ചുവരെഴുത്തിന്റെ പേരിലല്ല നടപടികളെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. കവിത എഴുതിയതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ പോലീസ് കേസുകൊണ്ടല്ല തീർപ്പാക്കേണ്ടത്, അത് കോളേജിനുള്ളിൽ തന്നെ സംസാരിച്ച് പരിഹരിക്കേണ്ടതാണ്. UAPA ഏറ്റവും കൂടുതൽ കേസെടുത്തിട്ടുള്ളത് ഉമ്മൻചാണ്ടിയുടെ കാലത്തെന്നും ആ തെറ്റുകൾ തിരുത്തുകയാണ് ഇപ്പോൾ LDF സർക്കാർ ചെയ്യുന്നതെന്നും കോടിയേരി. കാര്യങ്ങൾ പഠിക്കാൻ പ്രതിപക്ഷ നേതാവ് സമയം കണ്ടെത്തണമെന്നും കോടിയേരി പറഞ്ഞു. നിങ്ങൾ പറയുന്ന ഈ ചുമരെഴുത്ത് നടത്തിയതും കവിത എഴുതിയുമായ പ്രശ്നത്തിൻ്റെ മേൽ പോലീസ് യാതൊരു നടപടി ഇപ്പോൾ സ്വീകരിച്ചിട്ടില്ല. അതൊരു തെറ്റായ പ്രചരണമാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പക്ഷേ കവിത എഴുതി എന്നുള്ളത് പേരിലൊക്കെ ഉള്ള പ്രശ്നങ്ങൾ പോലീസ് നടപടി കൊണ്ട് പരിഹരിക്കേണ്ടതല്ല. പ്രിൻസിപ്പളും കോളേജ് അധികൃതന്മാരും അത്തരം പ്രശ്നങ്ങളിൽ പോലീസ് നടപടി കൊണ്ട് ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാനല്ല ശ്രമിക്കേണ്ടത്. അത് കോളേജിൻ്റെ വ്യവസ്ഥാപിതമായ കമ്മിറ്റിയും വിദ്യാർത്ഥി സംഘടനകളുമൊക്കെയായി ചർച്ച ചെയ്ത് അത്തരം പ്രശ്നങ്ങൾക്ക് രമ്യമായ പരിഹാരം കാണും. കൊച്ചിയിലെ DLF ഫ്ളാറ്റ് സമുച്ചയം പൊളിക്കേണ്ടെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച്. കെട്ടിടം പൊളിച്ചു നീക്കണമെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ DLF സമർപ്പിച്ച ഹർജി പരിഗണിച്ചാണ് കോടതി ഉത്തരവ്. എന്നാൽ തീരദേശ പരിപാലന നിയമം ലംഘിച്ചുവെന്ന സിംഗിൾ ബെഞ്ചിന്റെ കണ്ടെത്തൽ ഹൈക്കോടതി ശരിവെച്ചു. കമ്പനി 1 കോടി രൂപ പിഴയടക്കാനും ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടു. സിനിമാ സമരം ശക്തമാക്കാൻ വിതരണക്കാരുടെ സംഘടന തീരുമാനിച്ചു. നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമകൾ പിൻവലിക്കാനും തീരുമാനം. പുലിമുരുകൻ, കട്ടപ്പനയിലെ ഋതിക് റോഷൻ എന്നീ സിനിമകളുടെ പ്രദർശനം നിർത്തിവെക്കും. ഇന്നലെ മന്ത്രി AK ബാലന്റെ നേതൃത്വത്തിൽ നടന്ന ചർച്ച പരാജയപ്പെട്ടിരുന്നു. കീഴിലുള്ള തിയേറ്ററുകളിൽ നിന്നാണ് സിനിമകൾ പിൻവലിക്കുക. കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം പ്രഭാവർമ്മയ്ക്ക്. ശ്യാമമാധവം എന്ന ഖണ്ഡകാവ്യത്തിനാണ് പുരസ്കാരം. ദില്ലിയിൽ ചേർന്ന സാഹിത്യ അക്കാദമിയുടെ വാർഷിക യോഗമാണ് പുരസ്കാരത്തിനായി ശ്യാമമാധവത്തെ തെരഞ്ഞെടുത്തത്. വ്യാസമഹാഭാരതത്തെ അടിസ്ഥാനപ്പെടുത്തി രചിച്ച ഖണ്ഡകാവ്യത്തിൽ കൃഷ്ണായനം മുതൽ ശ്യാമമാധവം വരെ 15 അധ്യായങ്ങളാണുള്ളത്. ഭഗവാൻ കൃഷ്ണന്റെ മനോവിഷമങ്ങളും അസ്വസ്ഥതകളുമാണ് ശ്യാമമാധവത്തിന്റെ ഇതിവൃത്തം. കേരള സാഹിത്യ അക്കാദമി അവാർഡ്, വയലാർ അവാർഡ് തുടങ്ങി ഒട്ടേറെ പുരസ്കാരങ്ങളും പ്രഭാവർമ്മയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. തനിക്ക് അവാർഡ് ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്ന് പ്രഭാവർമ്മ പീപ്പിളിനോട് പ്രതികരിച്ചു. വളരെ സന്തോഷകരമായ, വളരെ അഭിമാനകരമായ ഒരു കാര്യമാണിത്. നേരത്തെ ഈ കൃതിക്ക് വയലാർ അവാർഡ് ലഭിച്ചിരുന്നു, ഇപ്പോൾ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിക്കുന്നു. ഏത് പുരസ്കാരം ലഭിക്കുമ്പോഴും
പുരസ്കാരത്തിന് അർഹമാകുന്ന കൃതി വായനക്കാരുടെ ശ്രദ്ധയുടെ ഒരു വെളിച്ചത്തിലേക്ക് നീക്കി വെക്കപ്പെടുക എന്ന ഒരു കാര്യം കൂടിയുണ്ട്. സൗപർണിക, അർക്കപൂർണിമ, ആർദ്രം, അവിചാരിതം എന്നിവയാണ് മുഖ്യ കവിതാ സമാഹാരങ്ങൾ. ഇതിനു പുറമെ വിമർശനങ്ങളും ഉപന്യാസങ്ങളും മാധ്യമ പഠനങ്ങളും യാത്രാ വിവരണവും എഴുതിയിട്ടുണ്ട്. കവിയും ചലച്ചിത്രഗാന രചയിതാവും പത്രപ്രവർത്തകനുമായ പ്രഭാവർമ്മ നിലവിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മാധ്യമ ഉപദേഷ്ടാവ് കൂടിയാണ്. നേരത്തെ ദേശാഭിമാനി പത്രത്തിന്റെ റെസിഡന്റ് എഡിറ്ററായും കൈരളി TV ന്യൂസ് ഡയറക്ടറായും പ്രവർത്തിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്. തിരികെ വാർത്തയിലേക്ക്. CPIM തൊടുപുഴ ഏരിയ സെക്രട്ടറിയായി മുഹമ്മദ് ഫൈസലിനെ തെരഞ്ഞെടുത്തു. ഇന്ന് നടന്ന ഏരിയ കമ്മിറ്റിയിലാണ് തീരുമാനം. പാർട്ടിയിൽ പ്രശ്നങ്ങളില്ലെന്ന് ഇടുക്കി ജില്ലാ സെക്രട്ടറി KK ജയചന്ദ്രൻ പറഞ്ഞു. അതിന്റെ ഭാഗമായി രണ്ട് സഖാക്കളെ, സഖാവ് സോമനെയും സഖാവ് ബാബുവിനെയും പാർട്ടി ഏരിയ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കി ലോക്കൽ കമ്മിറ്റിയിൽ നിർത്താനും അതേസമയം അവർ വഹിക്കുന്ന മറ്റ് സ്ഥാനങ്ങളെല്ലാം തുടരാനും ആണ് പാർട്ടി ജില്ലാ കമ്മിറ്റി തീരുമാനമെടുത്തത്. ഇവിടെ സോമൻ ഒഴിവാകുന്ന സാഹചര്യത്തിൽ പുതിയ സെക്രട്ടറി വേണം. സഖാവ് ഫൈസൽ മുഹമ്മദ് ഫൈസൽ ഇതിനെ എല്ലാവരും ഏകകണ്ഠേന സെക്രട്ടറിയായി തെരഞ്ഞെടുക്കുകയും ചെയ്തു. ഇതാണ് ഇവിടെ ഇപ്പം നടന്നിരിക്കുന്നത്. മധ്യ തിരുവിതാംകൂർ പ്രവാസികളുടെ പ്രതീക്ഷയായ പത്തനംതിട്ട വിമാനത്താവളത്തിന്റെ സാധ്യതാ പഠന റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറി. ലോകത്തിലെ തന്നെ പ്രധാന കൺസൾട്ടൻസി ഏജൻസിയായ എയ്കോമാണ് വിമാനത്താവളത്തിന്റെ സാധ്യതാ പഠനം നടത്തിയത്. പ്രവാസികളുടെ കമ്പനിയായ ഇൻഡോ ഹെറിറ്റേജ് വിമാന കമ്പനിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ആറന്മുള വിമാനത്താവള പദ്ധതിക്ക് അനുമതി നഷ്ടപ്പെട്ട സാഹചര്യത്തിലാണ് മധ്യ തിരുവിതാംകൂറിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു വിമാനത്താവളമെന്ന ഉദ്ദേശവുമായി പ്രവാസി മലയാളി സംഘടനകൾ രംഗത്ത് വന്നത്. ഇതിന്റെ ഭാഗമായി പത്തനംതിട്ടയിൽ ഇൻഡോ ഹെറിറ്റേജ് ഇന്റർനാഷണൽ എന്ന പുതിയ വിമാന കമ്പനിയും രൂപം കൊണ്ടു. വിമാനത്താവളം എന്ന ലക്ഷ്യത്തോടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും പ്രവാസി സംഘടന നേരിട്ട് കണ്ട് വിമാനത്താവളം എന്ന ആശയം പങ്കുവച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള സാധ്യതാ പഠന റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവർ സമർപ്പിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ വിമാന കമ്പനി കൺസൾട്ടിംഗ് ഏജൻസിയായ എയ്കോം കമ്പനിയാണ് ഇതിന്റെ സാധ്യതാ പഠനം നടത്തിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പത്തനംതിട്ട, കോട്ടയം ജില്ലകളിലായി വിമാനത്താവളത്തിനാവശ്യമായ 5 സ്ഥലങ്ങളാണ് ഏജൻസി കണ്ടെത്തിയിട്ടുള്ളത്. യാതൊരുവിധ പാരിസ്ഥിതിക പ്രശ്നങ്ങളുമില്ലാത്ത സ്ഥലമാണ് ഇതിനായി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. സർക്കാരിന്റെ അംഗീകാരം ലഭിക്കുന്ന മുറയ്ക്ക് തുടർ നടപടികൾ ആരംഭിക്കുമെന്ന് മാനേജിംഗ് ഡയറക്ടർ രാജീവ് ജോസഫ് പറഞ്ഞു. നമുക്ക് വേണ്ടത് ഒരു എയർപോർട്ടാണ്. ആ സർക്കാരിൻ്റെ നേതൃത്വത്തിലായാലും പ്രവാസികളുടെ നേതൃത്വത്തിലായാലും ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി എന്ന പേരിലായാലും ഏത് രീതിയിലായാലും ഒരു എയർപോർട്ട് വരണമെങ്കിൽ ഒറ്റ ഒരു ആഗ്രഹത്തിന് മുകളിൽ ഏത് തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും അതിനുവേണ്ടി എത്ര പൈസ മുടക്കാനും ലോകമെമ്പാടുള്ള പ്രവാസികൾ തയ്യാറാണ്. അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. സർക്കാരിന് ₹1 പോലും ഖജനാവെന്ന് മുടക്കാതെ കൊണ്ടുള്ള ഒരു എയർപോർട്ട് പദ്ധതി. സർക്കാരിന്റെ അനുമതി ലഭിച്ചാൽ 5 വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തീകരിക്കാനാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. കേരളത്തിൽ ഏറ്റവും അധികം പ്രവാസികളുള്ള മധ്യ കേരളത്തിലെ പ്രവാസികളുടെ ചിരകാല സ്വപ്നമാണ് ഇതോടെ സാക്ഷാത്കരിക്കുക. ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഗ്ലോബൽ ഇന്ത്യൻ അസോസിയേഷൻ എന്ന പ്രവാസി സംഘടനയാണ് വിമാനത്താവളത്തിനായുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. പത്തനംതിട്ട ജില്ലയിൽ വിമാനത്താവളം വരുന്നതോടെ ശബരിമലയിലെത്തുന്ന തീർത്ഥാടകർക്കും ഇത് ഏറെ പ്രയോജനകരമാകും. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. മലയാള സാഹിത്യത്തിനും ഭാഷയ്ക്കും നൽകിയ സംഭാവനകൾക്ക് പ്രമുഖ സാഹിത്യകാരൻ M. മുകുന്ദന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിന്റെ സാഹിത്യ പുരസ്കാരം. സുവർണമുദ്ര SBT MD CR ശശികുമാർ M. മുകുന്ദന് കൈമാറി. കഥ, കവിത, ബാലസാഹിത്യം, മാനവിക പത്രലേഖനം എന്നിവയ്ക്കുള്ള SBT സാഹിത്യ മാധ്യമ അവാർഡുകൾ KP രാമനുണ്ണി, പ്രഭാവർമ്മ, രാധിക C. നായർ, വത്സലൻ വാതുശ്ശേരി, നിലീന അത്തോളി എന്നിവർക്ക് സമ്മാനിച്ചു. AK ഹരികുമാർ, സാംകുട്ടി മാത്യൂസ്, M. ദേവിപ്രസാദ്, KS കൃഷ്ണ എന്നിവർ സംസാരിച്ചു. മണ്ഡലപൂജയ്ക്ക് ശബരിമല അയ്യപ്പന് ചാർത്താനുള്ള തങ്കയങ്കി വഹിച്ചുള്ള രഥഘോഷയാത്ര നാളെ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെടും. വിവിധ ക്ഷേത്രങ്ങളിലെ സ്വീകരണത്തിന് ശേഷം 25-ന് തങ്കയങ്കി സന്നിധാനത്തെത്തും. 26-നാണ് മണ്ഡലപൂജ. മണ്ഡലപൂജയ്ക്ക് ശബരിമല അയ്യപ്പന് ചാർത്താനുള്ള തങ്കയങ്കിയും വഹിച്ചുള്ള ഘോഷയാത്ര നാളെ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും തിരിക്കും. രാവിലെ പ്രത്യേക പൂജകൾക്ക് ശേഷം പ്രത്യേകം തയ്യാറാക്കിയ രഥത്തിലാണ് ഘോഷയാത്ര ആരംഭിക്കുക. വിവിധ ക്ഷേത്രങ്ങളിലെ സ്വീകരണം ഏറ്റുവാങ്ങി ആദ്യ ദിനം ഓമല്ലൂർ രക്തകണ്ഠസ്വാമി ക്ഷേത്രത്തിൽ വിശ്രമിക്കും. തുടർന്ന് 2ാം ദിനം കടമനിട്ട ഭഗവതി ക്ഷേത്രം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ സ്വീകരണം വാങ്ങി കോന്നി മുരിങ്ങമംഗലം ക്ഷേത്രസന്നിധിയിൽ എത്തിച്ചേരും. 24-ന് രാവിലെ തുടരുന്ന ഘോഷയാത്ര രാത്രി പെരുന്നാട് ക്ഷേത്രത്തിലും തുടർന്ന് 25-ന് ലാഹാസത്രം, പ്ലാപ്പള്ളി, നിലയ്ക്കൽ വഴി ഉച്ചയ്ക്ക് പമ്പയിൽ എത്തിച്ചേരും. പമ്പ ഗണപതി ക്ഷേത്രത്തിൽ
തങ്കയങ്കി ഭക്തർക്ക് ദർശനത്തിന് വെക്കും. തുടർന്ന് തലച്ചുമടായി ശരംകുത്തിയിലെത്തിക്കുന്ന തങ്കയങ്കി ദേവസ്വം അധികൃതർ സ്വീകരിച്ചാനയിച്ച് സന്നിധാനത്തെത്തിക്കും. തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന 25-ന് നടക്കും. 26-നാണ് മണ്ഡലപൂജ. ന്യൂസ് ബ്യൂറോ, ശബരിമല.